ഡൽഹിയിലെ അന്തരീക്ഷ മലിനീകരണം തടയാൻ ലക്ഷ്യമിട്ടുള്ള സുപ്രധാന കർമ്മ പദ്ധതി മുഖ്യമന്ത്രി രേഖ ഗുപ്ത പ്രഖ്യാപിച്ചു. വാഹന നിയന്ത്രണങ്ങൾ മുതൽ ഓഫീസ് സമയക്രമം വരെ മാറ്റുന്ന വിപുലമായ എയർ പൊല്യൂഷൻ മിറ്റിഗേഷൻ ആക്ഷൻ പ്ലാൻ 2026 സർക്കാർ അവതരിപ്പിച്ചത്. മലിനീകരണം രൂക്ഷമാകുന്ന നവംബർ മാസത്തിന് മുന്നോടിയായി കർശനമായ നിയമങ്ങൾ നടപ്പിലാക്കാനാണ് തീരുമാനം. വാഹനങ്ങൾ പുറന്തള്ളുന്ന പുക കുറയ്ക്കുക എന്നതാണ് പുതിയ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. വരുന്ന നവംബർ മുതൽ BS6 മാനദണ്ഡങ്ങളുള്ള വാഹനങ്ങൾക്കും ഇലക്ട്രിക് ചരക്ക് വാഹനങ്ങൾക്കും മാത്രമായിരിക്കും ഡൽഹിയിലേക്ക് പ്രവേശനം. ഇതിനോടൊപ്പം പുക പരിശോധന സർട്ടിഫിക്കറ്റ് അഥവാ PUC ഇല്ലാത്ത വാഹനങ്ങൾക്ക് ഇന്ധനം നൽകില്ല എന്ന നോ PUC നോ ഫ്യൂവൽ നിയമം കർശനമായി നടപ്പിലാക്കും. പരിശോധനകൾക്കായി പെട്രോൾ പമ്പുകളിൽ പ്രത്യേക സ്ക്വാഡുകളെ വിന്യസിക്കും. നഗരത്തിലെ ഗതാഗതക്കുരുക്ക് കുറയ്ക്കാൻ 62 ഹോട്ട്സ്പോട്ടുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഈ പ്രദേശങ്ങളിൽ ഗതാഗത നിയന്ത്രണത്തിന് പ്രത്യേക പദ്ധതികൾ ആവിഷ്കരിക്കും. മലിനീകരണം ക്രമാതീതമായി ഉയരുന്ന സാഹചര്യങ്ങളിൽ സർക്കാർ സ്വകാര്യ ഓഫീസുകളുടെ പ്രവർത്തന സമയം പുനർക്രമീകരിക്കും. തിരക്കൊഴിവാക്കാൻ വർക്ക് ഫ്രം ഹോം സംവിധാനം നടപ്പിലാക്കാനും മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. 2026-27 സാമ്പത്തിക വർഷത്തെ ഗ്രീൻ ബഡ്ജറ്റിന്റെ ഭാഗമായാണ് നടപടികൾ. വായു നിലവാരം മെച്ചപ്പെടുത്തി ഡൽഹി നിവാസികൾക്ക് ശുദ്ധവായു ഉറപ്പാക്കുകയാണ് സർക്കാരിന്റെ പ്രഥമ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി രേഖ ഗുപ്ത വ്യക്തമാക്കി. ജനം, ഡൽഹി.